blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഒരു പുതിയ ബ്ലെസ്സിങ് ടുഡേ വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. 2 സ്പോൺസേഴ്സാണുള്ളത്. അതിൽ ഒന്ന് മനോജ് ആൻഡ് ഷിൻ. അവർക്ക് ദൈവം കൊടുത്ത മകൾ ജെസിക്കയുടെ ബർത്ത്ഡേ ഇന്നാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജെസിക്ക. നമുക്ക് ചേർന്ന് ആ ഭവനത്തിൻ്റെ ആവശ്യങ്ങൾക്കായി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ മനോജിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്വന്തമായ ഒരു ഭവനം, മനോഹരമായൊരു ഭവനം എത്രയും വേഗം അങ്ങ് നൽകണമേ. ആത്മീയ അനുഗ്രഹങ്ങൾക്കായി, സാമ്പത്തിക അനുഗ്രഹങ്ങൾക്കായി, ജോലിയിലെ അനുഗ്രഹങ്ങൾക്കായി ഈ സമയത്ത് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. സകല അനുഗ്രഹങ്ങളാലും കർത്താവ് നിറയ്ക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജെസിക്ക മോൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്നുള്ള സകല അനുഗ്രഹങ്ങളും കർത്താവെ ആ പൈതലിൻ്റെ മേൽ വന്ന് നിറയട്ടെ. മാത്രമല്ല കർത്താവെ, ഞങ്ങൾ ചേർന്ന് അവളുടെ സ്റ്റഡീസിനായി പ്രാർത്ഥിക്കുന്നു, അവളുടെ ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല മനോജിൻ്റെയും ഷിന്നിൻ്റെയും 2 പേരുടെയും ഭാഗത്തുള്ള മാതാപിതാക്കൾക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതോടൊപ്പം അങ്കമാലിയിൽ നിന്നുള്ള വെൽവിഷർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ മകളുടെ ബർത്ത്ഡേ മെയ് 18 മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഇൻ അഡ്വാൻസ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ആ മകൾക്ക് ഒരു തക്കതായ ഒരു ജീവിത പങ്കാളിയെ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, ഈ വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ അനുഗ്രഹങ്ങളും നന്മകളും അങ്ങ് ചൊരിയണമേ. കൂടാതെ കർത്താവ്, സ്വർഗീയവും ഭൗതികവുമായ സകല നന്മകളാൽ കർത്താവ് ഈ ഭവനത്തെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. God's forgiveness is greater than our mistakes. നമ്മുടെ തെറ്റുകളേക്കാൾ വലുതാണ് കർത്താവിന്റെ ക്ഷമ എന്നുള്ളത്. That's why we have Sarah as a godly mother today. അതുകൊണ്ടാണ് നമുക്ക് ഒരു ദൈവിക രീതിയിലുള്ള മാതാവായിട്ട് നമുക്ക് സേറയെ കിട്ടിയത്. And we have a lot of great qualities of Sarah. മാത്രമല്ല സാറയിൽ ഒത്തിരി നല്ല നല്ല ഗുണവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. Number 1, she was obedient to God's call. ഒന്നാമത്തേത്, അവൾ ദൈവിക വിളിയോട് അനുസരണമുള്ളവളായിരുന്നു. Originally the call was to Abraham. യഥാർത്ഥത്തിൽ ആ ദൈവിക വിളി അബ്രഹാമിനുള്ളതായിരുന്നു. But she understood one thing: if my husband is called by God, I have to follow him. പക്ഷേ അവൾ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ഭർത്താവിനെ ദൈവം വിളിച്ചെങ്കിൽ ഞാൻ അവന്റെ കൂടെ ചേരണം. A wife's call is included in the husband's call. ഒരു ഭാര്യയുടെ ദൈവിക വിളി എന്നുള്ളത് അവളുടെ ഭർത്താവിന്റെ ദൈവിക വിളിയോട് ചേർന്നിരിക്കുന്നതാണ്. Secondly, she had a sacrificial mentality. രണ്ടാമതായി അവൾക്ക് ഒരു ത്യാഗ മനോഭാവം ഉണ്ടായിരുന്നു. In a place called Ur, she was well settled. ഊർ എന്ന് പറയുന്ന ദേശത്ത് അവർ വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She had everything there. എല്ലാം അവൾക്കുണ്ടായിരുന്നു. But still, when God called her, she sacrificially gave up everything and started. പക്ഷേ ദൈവം അവളെ വിളിച്ചപ്പോൾ എല്ലാം അവൾ വിട്ടുകളഞ്ഞുകൊണ്ട് ആ വിളിക്ക് പിന്നാലെ പോയി. Number 3, she was a woman of faith. 3, അവൾ ഒരു വിശ്വാസത്തിന്റെ വനിതയായിരുന്നു. In the beginning she doubted. ആദ്യമൊക്കെ അവൾ സംശയിച്ചു. But slowly she built her faith life and
She is the number one woman mentioned in Hebrew chapter 11 in the whole list of the faith heroes. ആദ്യമൊക്കെ ഈ സാറ വിശ്വാസത്തിൽ കുറവായിരുന്നെങ്കിലും ക്രമേണ അവളുടെ വിശ്വാസ ജീവിതത്തെ അവൾ പണിതുയർത്തുകയും എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെയും വീരമതികളുടെയും പട്ടികയിൽ വനിതകളിൽ ഒന്നാമത് ആദ്യം അവളെ കുറിച്ച് പറയുകയും ചെയ്തു. Can I tell you something? ഞാനൊരു കാര്യം പറയട്ടെ. You may be a very weak believer today. ഒരുപക്ഷേ ഇന്ന് നിങ്ങൾ വളരെ ബലഹീന വിശ്വാസിയായിരിക്കും. You have only a little faith in your heart. അല്പവിശ്വാസമായിരിക്കും നിങ്ങളുടെ അകത്തുണ്ടായിരിക്കുന്നത്. You can build your faith. പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് പണിയുവാൻ കഴിയും. You can build your faith. നിങ്ങളുടെ വിശ്വാസത്തെ പണിയുവാൻ കഴിയും. Through the word of God. വചനത്തിലൂടെ പണിയാം. Through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ പണിയാം. You can build your faith. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് പണിയുവാൻ കഴിയും. And you can become a man or woman of faith. നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ പുരുഷനായി വനിതയായി മാറാൻ കഴിയും. And the Holy Spirit will point out your name to others. Look her, look him. He is, she is a woman of faith. മാത്രമല്ല പരിശുദ്ധാത്മാവ് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, നോക്കുക, ഇവനെ നോക്കുക, ഇവളെ നോക്കുക, ഇവൾ ഒരു വിശ്വാസത്തിന്റെ വനിതയാണ്, ഇവൻ ഒരു വിശ്വാസത്തിന്റെ പുരുഷനാണ്. Because of you many will believe on Jesus. നിങ്ങളിലൂടെ, നിങ്ങൾ കാരണം അനേകർ യേശുവിൽ വിശ്വസിക്കും. Number 4, she stood on the promises of God. നാലാമത്തേത്, അവൾ ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചു. Hallelujah. Hallelujah. When God visited Abraham's family, അബ്രഹാമിന്റെ കുടുംബത്തെ ദൈവം സന്ദർശിച്ചപ്പോൾ, the first day God did not throw a baby into her lap. ആദ്യത്തെ ദിവസം തന്നെ അവരുടെ മടിയിലേക്ക് ഒരു കുഞ്ഞിനെ ഇട്ട് കൊടുത്തില്ല. No. ഇല്ല. But God gave her a promise. പക്ഷേ ദൈവം അവൾക്കൊരു വാഗ്ദത്തം കൊടുത്തു. Hello there, look at me. എന്നെ ഒന്ന് നോക്കിയാലോ. When you go to God, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ, maybe on the first day you will not receive anything. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ഒന്നും കിട്ടിയില്ലെന്ന് വരും. Hello. But God gives you a promise. പക്ഷേ ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം നൽകുന്നു. God gives you a promise. കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദത്തം നൽകുന്നു. A promise is like a seed. ഒരു വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് പോലെയാണ്. Hallelujah. Hallelujah. Even after 2000 years and 4000 years, we had the mummies of pharaohs, and in the package many people found out seeds, 4000 years, 5000 years old seeds, and when they sowed it, it sprouted and yielded fruit. There was a harvest. 2000, 4000, 5000 വർഷങ്ങൾ പഴക്കമുള്ള ശവകുടീരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മമ്മീസ്, അത് ആളുകൾ തുറന്നു നോക്കിയപ്പോൾ അതിന്റെ അകത്ത് 5000-ഓളം വർഷം വരെ പഴക്കമുള്ള വിത്തുകൾ ആ ശവകുടീരത്തിൽ അവർ കണ്ടെത്തി. ആ അത്രയും പഴക്കമുള്ള വിത്തുകൾ അവർ പാകിയപ്പോൾ അത് മുളച്ചു വന്നു. That means the promises of God will never perish. അതിന്റെ അർത്ഥം ദൈവിക വാഗ്ദത്തങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. Hallelujah. Hallelujah. Even after 5000 years, 5000 വർഷങ്ങൾ കഴിഞ്ഞാലും the promises of God will never die. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല. That is what happened to Sarah. അതാണ് സാറയ്ക്ക് സംഭവിച്ചത്. She received the promise, അവൾ ഒരു വാഗ്ദത്തം സ്വീകരിച്ചു, but she had to wait. അവൾക്ക് കാത്തിരിക്കണമായിരുന്നു. Tell your neighbor, to receive the promise you have to wait. അടുത്തിരിക്കുന്ന ആളോട് പറയുക, ഒരു വാഗ്ദത്തം ലഭിക്കണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം. ഒരു വാഗ്ദത്തം ലഭിക്കണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം. Hallelujah. Hallelujah. I waited patiently for the Lord. ഞാൻ കർത്താവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നു. I waited for the Lord. ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരുന്നു. But finally he came to me. അവസാനം അവൻ എങ്കിലേക്ക് വന്നു. He pulled me out of the desolate pit and out of the miry clay. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ വലിച്ചു കയറ്റി. He set my feet on the rock. അവൻ എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. And he gave me a song to sing. ഒരു പാട്ടിന്റെ നാവിൽ അവൻ നൽകി. A song of praise to the Lord God. കർത്താവിന് സ്തുതികൾ തന്നെ. Hallelujah. Hallelujah. If you wait for the Lord, നിങ്ങൾ കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ a hand will come one ഒരു day. കരം നിന്റെ മേൽ വരും. He will pull you out of all your situations. നിന്റെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അത് പുറത്തേക്ക് നിന്നെ എടുക്കും. And he will give you a new song. നിന്റെ നാവിൽ ഒരു പുതിയ പാട്ട് അവൻ നൽകും. Your feet will not be in the desolate pit, but your feet will be on the rock, Jesus Christ. നിന്റെ കാലുകൾ ഒരു ചെളിക്കുണ്ടിനകത്തായിരിക്കുകയില്ല. നിന്റെ കാലുകൾ അവൻ ക്രിസ്തുവാകുന്ന പാറമേൽ അവൻ നിർത്തും. I want to hear hallelujahs in the house of the Lord. ദൈവ ആലയത്തിൽ വലിയ ഹല്ലേലൂയകൾ കേൾക്കട്ടെ.
Hallelujah. ആർപ്പോടുകൂടെ. Our God is a promise keeper. ദൈവം വാഗ്ദത്തങ്ങൾ നൽകുന്ന കർത്താവാണ്. Hallelujah. Hallelujah. You may be waiting for 1 year or 10 years. നിങ്ങൾ 1 വർഷമോ 10 വർഷമോ കാത്തിരുന്നിരിക്കാം. Sarah waited for many years. സാറയും ഒത്തിരി വർഷങ്ങൾ കാത്തിരുന്നു. When she was in her sweet 90s, she received her baby. അവളുടെ മധുര 90കളിൽ കാത്തിരുന്നപ്പോൾ അവൾക്കൊരു കുഞ്ഞിനെ കർത്താവ് നൽകി. Hallelujah. Hallelujah. God was faithful to her. ദൈവം അവളോട് വിശ്വസ്തയായിരുന്നു. Hallelujah. Hallelujah. The Bible says വചനം പറയുന്നു, all the promises of God, ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും, all the promises of God, എല്ലാ വാഗ്ദത്തങ്ങളും from Genesis to Revelation, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, all the 66 books, എല്ലാ 66 all പുസ്തകങ്ങളും, the promises of God എല്ലാ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും are yes and amen in Christ. അതെല്ലാം ക്രിസ്തുവിൽ അതെ ആമേൻ എന്ന് തന്നെയാണ്. Hallelujah. Hallelujah. If you are a person in Christ, നിങ്ങൾ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ all the promises are yes and amen. എല്ലാ വാഗ്ദത്തങ്ങളും അതെ ആമേൻ എന്ന് തന്നെയാണ്. Hallelujah. Hallelujah. Now let's march to 1 Peter chapter 3. നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് പോകാം. In the New Testament, Peter is writing about Sarah. ഇതാ പുതിയ നിയമത്തിൽ ഇതാ പത്രോസ് സാരയെ കുറിച്ച് എഴുതുകയാണ്. Let us start from verse number 1. 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് ആരംഭിക്കാം. But let me give you an introduction. ഞാൻ ഇതിനൊരു ആമുഖം നൽകട്ടെ. In chapter 2, 2-ാമത്തെ അധ്യായത്തിൽ Peter is speaking about submission. കീഴ്വഴക്കത്തെ കുറിച്ചാണ് പത്രോസ് സംസാരിക്കുന്നത്. And Peter says all believers should be submitted to the rulers. എല്ലാ വിശ്വാസികളും ഭരണകർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, വിധേയരായിരിക്കണം എന്ന് പറയുന്നു. Are you there? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? All believers should be submitted to governmental authorities. എല്ലാ വിശ്വാസികളും ഭരണകർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് Then he പത്രോസ് says പഠിപ്പിക്കുന്നു. all the slaves should be submitted to their masters. പിന്നീട് അവൻ പറയുന്നു അടിമകളായിരിക്കുന്നവർ അവരുടെ യജമാനന്മാർക്ക് വിധേയരായിരിക്കണം, കീഴടങ്ങിയിരിക്കണം. In today's times, all the employees should be submitted to their employers. ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന എല്ലാവരും അവരുടെ തൊഴിലുടമയ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം. Then he moves to chapter 3. അങ്ങനെ അവൻ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നു. Chapter 3 he says all the wives should be submitted to their husbands. 3-ാമത്തെ അധ്യായത്തിൽ പത്രോസ് പറയുന്നു എല്ലാ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. And when he started writing about wives, finally he reaches Sarah. അങ്ങനെ ഭാര്യമാരെ കുറിച്ച് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അവൻ അവസാനം സാറയിൽ എത്തിച്ചേരുന്നു. You got the picture? നിങ്ങൾക്ക് ആ പിക്ചർ കിട്ടിയോ? Let's read. നമുക്ക് ഒരുമിച്ച് വായിക്കാം. Wives, in the same way, submit yourselves to your husbands, so that if any of them do not believe the word, they may be won over without words by the behavior of their wives. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും വചനമനുസരിക്കാത്ത പക്ഷം ഒരു വാക്ക് പറയാതെ തന്നെ തങ്ങളുടെ ഭാര്യമാരുടെ പെരുമാറ്റം കൊണ്ട് അവരെ നേടാൻ കഴിയും. Look at me, please. എന്നെ നോക്കിയാലും How to win your husband to the Lord? എങ്ങനെ നിങ്ങളുടെ ഭർത്താവിനെ യേശുവിലേക്ക് കൊണ്ടുവരാം? Peter is giving a key. ഇതാ ഒരു താക്കോൽ പത്രോസ് നൽകുകയാണ്. A very, very, very effective key. വളരെ ഫലപ്രദമായ ഒരു താക്കോൽ. Wives, never preach to your husband. ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പ്രസംഗിക്കരുത്. Hey, bring your Bible. I want to teach you. ബൈബിൾ എടുത്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിച്ചു തരാം. Take Matthew 31. മത്തായി 31 എടുക്ക്. There are only 28. 28 അധ്യായമേ ഉള്ളൂ. Take 31. 31 എടുക്ക്. Don't preach to your husband. നിങ്ങളുടെ ഭർത്താവിനോട് പ്രസംഗിക്കരുത്. I did not write this. Peter wrote this. He was a family man. ഞാനല്ല എഴുതിയത്, പത്രോസാണ് എഴുതിയത്. അദ്ദേഹം കുടുംബത്തോടുകൂടെ ജീവിച്ച വ്യക്തിയാണ്. He says, never. Wives, never preach to your husbands. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പ്രസംഗിക്കരുത്. But through your character, through your good behavior, even without preaching, even without counseling, even without advice, they will come to the Lord. എന്നാൽ നിങ്ങൾ ഉപദേശിക്കാതെ തന്നെ, നിങ്ങളുടെ പ്രസംഗങ്ങളും പഠിപ്പിക്കലും കൂടാതെ തന്നെ നിങ്ങളുടെ നല്ല പെരുമാറ്റം, നിങ്ങളുടെ നല്ല സ്വഭാവം, ജീവിത രീതി കണ്ടുകൊണ്ട് അവർ യേശുവിലേക്ക് വരും. The best tool to win your husband to Jesus is your good behavior.
നിങ്ങളുടെ ഭർത്താവിനെ യേശുവിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല രീതി എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും നല്ല പെരുമാറ്റമാണ്. It is very tough. സഹോദര, അത് വളരെ ബുദ്ധിമുട്ടല്ലേ? I know preaching is very easy. എനിക്കറിയാം പ്രസംഗിക്കുന്നത് വളരെ എളുപ്പമാണ്. Whatever you hear here, you go home and you can preach to your husband. ഇവിടെ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീട്ടിൽ പോയി നിങ്ങളുടെ ഭർത്താവിനോട് ഘോരം പ്രസംഗിക്കാം. That is very easy. അത് വളരെ എളുപ്പമാണ്. But to love your husband, care for him, be submitted to him is very tough. നിങ്ങളുടെ ഭർത്താവിനെ കരുതുക, സ്നേഹിക്കുക, അദ്ദേഹത്തിന് കീഴടങ്ങിയിരിക്കുക എന്നുള്ളത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. Even when he is like a monster. ചിലപ്പോൾ അവൻ ഒരു ഭൂതത്തെ പോലെ കാണിച്ചാലും Have your good behavior. നിങ്ങൾ നല്ല പെരുമാറ്റം ഉള്ളവരായിരിക്കണം. It's a little tough. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. But that is the only way you can lead your husband to the Lord. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ യേശുവിലേക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ. I believe this is written in your Bible also. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. സിസ്റ്റർ പേര് സുമി. സിസ്റ്റർ കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. ഏകദേശം 3 വർഷത്തോളമായി തന്നെ ഇവിടുത്തെ ബ്ലെസ്സിംഗ് സെന്ററിൽ, നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ തന്നെ വരുന്നു. ആ 3 വർഷത്തിനിടയ്ക്ക് തൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അവർക്കൊരു വീട് വേണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ഇവർ ചെയ്തത് 2013 11 മാസം നവംബർ മാസം 6-ാം തീയതി സഹോദരി ചെയ്തത്, ഈ സഹോദരിയുടെ കയ്യിലൊരു പ്രയർ ഡയറി ഉണ്ട്. ആ പ്രയർ ഡയറിയുടെ ഏറ്റവും പുറകിലായിട്ട് അവിടെ അവരുടെ ഒരു പ്രാർത്ഥനാ വിഷയം, 2ാമത്തെ പ്രാർത്ഥനാ വിഷയമാണ് ഒരു ഭവനത്തിനു വേണ്ടി. യേശുവെ, ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് വാങ്ങാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റ് 1500 സ്ക്വയർ ഫീറ്റിൽ കുറയാതെ 45-50 ലക്ഷത്തിനിടയ്ക്ക് തരണം. യേശുവെ, അതിനാവശ്യമായ പണം നീ ഞങ്ങൾക്ക് ശരിയാക്കി തരണമേ. എവിടെ നിന്നാണെന്ന് അറിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രയർ ഡയറി ആണോ കയ്യിലുള്ളത്? ആ പ്രയർ ഡയറി അതുപോലെ തന്നെ ആ സഹോദരി ചെയ്തത് ഡിസംബർ മാസം 2013 ഡിസംബർ മാസം ഇവർ ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്തു. വിശ്വാസത്തോടെ ബുക്ക് ചെയ്തു. ലോണിനൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ ഒരു കാര്യവും റെഡി ആയിരുന്നില്ല. പൈസയുടെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം ചെയ്തൊരു അത്ഭുതം, അവർ ബുക്ക് ചെയ്ത തുകയേക്കാൾ ഏകദേശം 70 ലക്ഷത്തിലധികം രൂപയ്ക്ക് ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ അതിലും വളരെ കുറച്ച് തുകയ്ക്ക് ആ ബിൽഡർ അവർക്ക് ഫ്ലാറ്റ് കൊടുത്തു. മാത്രമല്ല, അവർക്ക് ആവശ്യമായ 67 ലക്ഷം രൂപയും ദൈവം കരുതി. കഴിഞ്ഞ ആഴ്ചയിൽ അവർ ആ വീടിനുള്ളിൽ കയറി താമസിച്ചു. അവർ പറഞ്ഞത് അവർ 1500 സ്ക്വയർ ഫീറ്റാണ് ചോദിച്ചത്, പക്ഷെ ദൈവം കൊടുത്തത് അതിലും ഒത്തിരി കൂടുതലാണ്. കൂടുതലുള്ള ഒരു ഫ്ലാറ്റ് ദൈവം കൊടുത്തു. ആ പ്രാർത്ഥനയ്ക്ക് മുഴുവൻ ദൈവം മറുപടി കൊടുത്തു. അവർ അതിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്ന മറുപടി കിട്ടിയ സ്ഥലത്ത് അതിന്റെ മറുപടി കിട്ടിയ കാര്യവും അവരോട് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്ലാറ്റ് പ്രയർ റിക്വസ്റ്റ് പ്രൈസ് റിപ്പോർട്ടായി മാറി. പേജ് മാറി. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ പേജ് മാറുമെന്ന്? പ്രാർത്ഥനാ വിഷയം എഴുതുന്ന കോളത്തിൽ നിന്നും പ്രൈസ് റിപ്പോർട്ട് എഴുതുന്ന കോളത്തിലേക്ക് ഓരോന്നും മാറാൻ പോകുകയാണ്. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്. എത്ര പേർക്ക് കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയും? അപ്പോൾ തന്നെ വീട് എന്ന സ്വപ്നവുമായി ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ സഹോദരിയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, സ്വന്തം ഭവനങ്ങളില്ലാതെ ആരെല്ലാം വിഷമിക്കുന്നു അവർക്കെല്ലാം ഇതുപോലെ കർത്താവേ സകലർക്കും കിടപ്പാടം നൽകുന്ന ഒരു വീട് നൽകുന്ന ദൈവമേ, അങ്ങ് അത്ഭുതകരമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നീയാണ് ഞങ്ങളുടെ ഉറവിടം. ഈ സഹോദരി അനുഗ്രഹിക്കുന്നു. അങ്ങ് കൊടുത്ത ആ ഫ്ലാറ്റിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. നന്മ അവിടെ നിറഞ്ഞു വസിക്കട്ടെ. പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ചതുകൊണ്ടും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയതുകൊണ്ടും കർത്താവെ, ആ ഭവനത്തിൽ നന്മകൾ നിറഞ്ഞ് ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഈ സമയത്ത് വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരു സമയമാണ്. ഈ പ്രയർ ടൈം നടക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉള്ളിൽ ഇന്ന് ആഴത്തിൽ വിശ്വസിക്കുക, ഇതെൻ്റെ ദിവസമാണ്, ഇതെൻ്റെ സമയമാണ്. ഒരു ശിശുവിനെ പോലെ വിശ്വസിക്കാമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്ന, വലിയ കഷ്ടതകളിലൂടെ പോകുന്ന, സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ പോകുന്നവർക്കായി ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവെ, മെനഞ്ചൈറ്റിസ് എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള അസ്വസ്ഥതകളും രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ശ്വാസകോശങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. ഗീതാഞ്ജലി എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ശരീരത്തിൽ 3 തരം രോഗങ്ങൾ, അത് 3നെയും കർത്താവ് എടുത്തു മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഗീതാഞ്ജലി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ലീലാവതി എന്നു പേരുള്ള മറ്റൊരു സഹോദരിയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് ഭയങ്കരമായി ചുമക്കുകയും ചോര തുപ്പുകയും ചെയ്യുന്ന ആ രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതിനോടനുബന്ധിച്ചുള്ള മറ്റു രോഗങ്ങളും ഇപ്പോൾ പൂർണ്ണമായും മാറിപ്പോട്ടെ. സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായി അലർജിയുള്ള ചില സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ചില വീട്ടമ്മമാരെ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഏതാണ്ട് ഒരു നാണയത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ, വൃത്താകൃതിയിൽ, ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ ത്വക്ക് രോഗമായി വന്നിട്ടുള്ള ചില വ്യക്തികൾ, ഏകദേശം 1 രൂപ നാണയത്തിൻ്റെ വലുപ്പത്തിൽ പല സ്ഥലങ്ങളിലും ശരീരത്തിലുണ്ട്. വളരെ ക്ലിയറായി ഞാനത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ശരീരത്തിൽ ചില പുഴുക്കളുടെ നാടവിര, അതുപോലെ കൊക്കോപ്പുഴു, അതുപോലുള്ള ചില പുഴുക്കളുടെ ശല്യം, ശരീരത്തിൽ ഉള്ള വിരകളുടെ ശല്യമുള്ള ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യം. അതിനുവേണ്ടി പല ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്തു, പക്ഷെ ഇന്നും ആ അസ്വസ്ഥതയുണ്ട്. ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. ഈ സമയത്ത് നിങ്ങളുടെ 2 കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ വിഷയം എന്തായിരുന്നാലും ഇപ്പോൾ തന്നെ ആ സൗഖ്യത്തെ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, കർത്താവെ, നിന്നിൽ നിന്നുള്ള രോഗസൗഖ്യം, അത് നൽകുന്ന ആ ശക്തി, പുറപ്പെട്ട വലിയ സൗഖ്യം ഇപ്പോൾ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒത്തിരി പണം ചെലവഴിച്ചൊരു കുഞ്ഞുണ്ടാകാനുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, പക്ഷേ എന്നിട്ട് കുഞ്ഞുണ്ടായിട്ടില്ല. നിങ്ങൾ വളരെ നിരാശയിലാണ്. ഇനി വിധി ഇതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പക്ഷേ ഉള്ളിൽ ഉറച്ച് വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം കർത്താവെ നീ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. വി വർഷിപ്പ് യു ഫാദർ. കർത്താവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി. സ്വന്തം ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാർ, കർത്താവ് നിങ്ങളെ കണ്ണുനീര് കണ്ടിരിക്കുന്നു. എത്രയും വേഗം കർത്താവെ അവർ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിയട്ടെ. വിഷയം എന്താണെങ്കിലും കർത്താവെ, നിൻ്റെ അത്ഭുതം കർത്താവ് അവരുടെ മേൽ പകരണമേ. സാമ്പത്തിക വിടുതലുകൾ അയക്കണമേ. ഓരോ ആവശ്യങ്ങളിലും കർത്താവ് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ചെന്നൈയിലും ബാംഗ്ലൂരിലുമാണ്. വെള്ളിയാഴ്ചയാണ് ചെന്നൈയിലേക്ക് ടീമായി ഞങ്ങൾ വരുന്നത്. ചെന്നൈയിലും ചുറ്റുപാടുന്നും ആർക്കൊക്കെ സഞ്ചരിച്ച് എത്താമോ അവരെല്ലാം ദയവായി വരിക. ബാംഗ്ലൂരിൽ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് ശനിയാഴ്ചയാണ്. എല്ലാവർക്കും സ്വാഗതം. ഓരോ പ്രാവശ്യവും ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലൂടെ നിങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കേൾക്കുമ്പോൾ അതിലേറെ
എൻത്യൂസിയാസ്റ്റിക്കായി, അതിലേറെ ഇൻട്രസ്റ്റഡായി ഞങ്ങൾ മാറുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെർമൺ നോട്ട് കീപ്പർ ആണ്. പല പ്രാവശ്യം നിങ്ങൾ ടി വിയിലൂടെ കണ്ടു കാണും. വചനങ്ങൾ, കേൾക്കുന്ന സന്ദേശങ്ങൾ എഴുതി സൂക്ഷിക്കുവാനുള്ള വളരെ സ്പെഷ്യലായി പ്രിൻ്റ് ചെയ്യപ്പെട്ട പുസ്തകമാണ്. അതിൻ്റെ കോപ്പികൾ ആവശ്യമുള്ളവർക്ക് ഓഫീസ് ടൈമിൽ സ്ക്രീനിലെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. അതുപോലെ ഇക്കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേ സർവീസിൽ നൽകപ്പെട്ട ദ ഗുഡ്നെസ് ഓഫ് ഗുഡ് ഫ്രൈഡേ എന്ന സന്ദേശത്തിൻ്റെ DVD ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ചാൽ, അല്ലെങ്കിൽ ബ്ലെസ്സിങ് സെൻറ്ററിലോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലോ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. നാളെ വീണ്ടും ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ച നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഇതിനെക്കുറിച്ച് പറയുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ശമര്യമല വിലയ്ക്ക് വാങ്ങി പട്ടണം പണിത രാജാവ് ആര്? Which king bought the hill of Samaria and built a city? Options: A. Tibni, B. Omri, C. Simri, D. Jinath. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABCOR D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM Books ആണ്.